ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച സാംസങ് ഗാലക്സി S24 സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക് ലോകം കഴിഞ്ഞ ആഴ്ച ആ ഒരു ലോഞ്ച് ഇവൻറ്റിന് ശേഷം ആ ഒരു ഫോണിൻ്റെ പുറകെ ആയിരുന്നു. കമ്പാരിസണും പെർഫോമൻസ് ചെക്കിങ് കാര്യങ്ങളായിട്ട് ഫുൾ ബിസി ആയിരുന്നു. എനിവേ നമ്മളുടെ ഫസ്റ്റ് ന്യൂസും അത് തന്നെയാണ്. സാംസങ് ഗാലക്സി S24 സീരീസുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തു. 3 ഫോണുകളാണ് ഉള്ളത്: S24, S24 Plus, S24 Ultra. ഇതിൽ S24 അൾട്രയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഗ്ലോബലി ഒരൊറ്റ വേരിയൻ്റാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 വെച്ച് വരുന്ന ഒരൊറ്റ വേരിയൻറ്റ്. ഇന്ത്യയിൽ അതിന് പ്രൈസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 1,30,000 രൂപയ്ക്കാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി S24 Plus ഈ രണ്ട് ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ US-ലും അമേരിക്കയിലും ചൈനയിലും സ്നാപ്ഡ്രാഗൺ 8 Gen 3യുടെ പ്രൊസസ്സർ വെച്ചിട്ടാണ് വരുന്നത്. മറ്റ് രാജ്യങ്ങൾ എല്ലായിടത്തും ഈവൻ കൊറിയ അടക്കം Exynos 2400 എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ സ്വന്തം ചിപ്സെറ്റ് വെച്ചിട്ടാണ് വരുന്നത്. എനിവേ ആ ഒരു തീരുമാനത്തിനോട് എനിക്ക് പേഴ്സണലി ഒട്ടും യോജിക്കാൻ സാധിക്കില്ല. കാരണം വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ്, അല്ല എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സീരീസ് ഫോണുകളാണ് S സീരീസ്. അത് ഇങ്ങനെ രണ്ട് തരത്തിൽ വിവേചനം എന്ന് പറയുന്നത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. എനിവേ അങ്ങനെയാണ് സാംസങ് ആ ഫോണുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൈസ് S24-ന് 80,000 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. S24 Plus-ന് 1,00,000 രൂപ. വരും ദിവസങ്ങളിൽ അത് അവൈലബിൾ ആയി തുടങ്ങും. ഇപ്പോൾ പ്രീ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഫ്ലിപ്കാർട്ടിലും സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ആമസോണിൽ എല്ലായിടത്തും 2,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. ഹാർഡ്വെയർ സംബന്ധമായിട്ടും ഡിസൈൻ പരമായിട്ടും വലിയൊരു മാറ്റം ഇല്ലെങ്കിലും ഇതിൻ്റെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. ഗാലക്സി AI എന്ന് പറയുന്ന ആ ഒരു AI ഫീച്ചേഴ്സ് കുത്തി നിറച്ചിട്ടാണ് ഈ ഒരു സീരീസ് ഫോണുകൾ വരുന്നത്. എനിവേ ഈ ഫീച്ചേഴ്സ് എല്ലാതും ഈ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഗാലക്സി AI എന്ന് പറയുന്ന എല്ലാ ഫീച്ചേഴ്സും കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് സീരീസായ S23 സീരീസിനും അതേപോലെ തന്നെ ഫോൾഡ് ഫ്ലിപ്പ് സീരീസിനും അടുത്തൊരു അപ്ഡേഷനിലൂടെ കിട്ടും. ഈ ഒരു ഇവൻറ്റിൽ സാംസങ് ടീസ് ചെയ്ത മറ്റൊരു പ്രൊഡക്റ്റാണ് ഗാലക്സി റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മറ്റ് വിശേഷങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. ഗാലക്സി ഫ്ലിപ്പ് സീരീസ് വരുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ പുറത്ത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിവേ ഒരു ഹെൽത്ത് ട്രാക്കിംഗ് റിംഗ് കൂടെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഗാലക്സി വാച്ച് 4, വാച്ച് 5, വാച്ച് 6 ഈ സീരീസിൽ ECG അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ ഈ സീരീസിലുള്ള വാച്ചുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഇന്ത്യയിലും ഈ ECG ബ്ലഡ് പ്രഷർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റി അത് എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ ആ വാച്ചുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ECG അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ന്യൂസ് സീരീസിൽ മിസ് ചെയ്ത 2 ഫോണുകളാണ് ഗാലക്സി A15-ഉം അതേപോലെ തന്നെ A25-ഉം. 2 ഫോണുകളും ഡിസംബർ 30-ാണ് പുറത്തിറങ്ങിയത്. ഈ ഗാലക്സി A25-ൽ Exynos 1280 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് വെച്ചിരിക്കുന്നത്. 30,000 രൂപയാണ് ഏകദേശം അതിൻ്റെ പ്രൈസ് വരുന്നത്. അതുകൂടാതെ A15-ൻ്റെ പ്രൈസ് വരുന്നത് 20,000 രൂപയാണ്. Dimensity 6100 Plus എന്ന് പറയുന്ന ചിപ്സെറ്റാണ് അതിൽ വരുന്നത്. സോ കൂടുതലൊന്നും പറയുന്നില്ല, 2 വില കൂടിയ ലോക്കൽ സാംസങ് ഫോണുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, അത്രമാത്രം. ഓപ്പോ റെനോ 11 സീരീസുകൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ഫോണുകളാണ് ആ ഒരു സീരീസിലുള്ളത്: ഓപ്പോ റെനോ 11 ആൻഡ് 11 Pro. ഈ 11 Proയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് Dimensity 8200 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ, 4600 mAh ബാറ്ററിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു ഫോണിന് പ്രൈസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 40,000 രൂപയ്ക്കാണ്. ഇനി ഓപ്പോ റെനോ 11ൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് Dimensity 7050 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ തന്നെയാണ് അവിടെയും വരുന്നത്. 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. ഓപ്പോ റെനോ 11ൻ്റെ പ്രൈസ് വരുന്നത് 30,000 രൂപ. നല്ല ഓവർ പ്രൈസിനാണ്. കാരണം ഓഫ്ലൈൻ മാർക്കറ്റിലാണ് ഈ ഒരു ഫോൺ കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രൈസ് കൂടി നിൽക്കുന്നത്. എനിവേ ഞാൻ എന്തായാലും ഈ 2 ഫോണുകളും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ആ ഒരു പ്രൈസിന് വളരെ നല്ല ഫോണുകൾ ഒരുപാട് അവൈലബിൾ ആണ്. OnePlus 12 സീരീസ് വരുന്ന ബുധനാഴ്ച, അതായത് 23-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. 2 ഫോണുകളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്: OnePlus 12-ഉം അതേപോലെ തന്നെ OnePlus 12R-ഉം. അതിൻ്റെ കൂടെ തന്നെ ബഡ്സ് 3 ആ ഒരു TWS കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു. OnePlusൻ്റെ വാച്ച് 2 കൂടെ ഈ ഒരു വരും മാസങ്ങളിൽ പുറത്തിറങ്ങുമെന്ന് പറയുന്നു. വാച്ച് ഫസ്റ്റ് ഞാൻ പേഴ്സണലി വാങ്ങി ഉപയോഗിച്ചതാണ്. 14,000 രൂപയ്ക്കാണ്ടാണ് ഞാൻ വാങ്ങിയത്. ആ ഒരു പൈസ എങ്ങനെ പോയെന്നുള്ളത് എനിക്കറിയില്ല.
അത്രയും മോശം പ്രൊഡക്റ്റ് ആയിരുന്നു. എനിവേ അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ വരാനായിട്ട് പോവുകയാണ്, OnePlus Watch 2. വിവോ ചൈനയിൽ G52 എന്ന് പറയുന്ന ഒരു ഫോണ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിമെൻസിറ്റി 6020 പ്രോസസ്സർ വെച്ച് വരുന്ന 5000 mAh ബാറ്ററി, 6.5 ഇഞ്ച് വരുന്ന HD+ LCD ഡിസ്പ്ലേ വെച്ച് വരുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണ്. ഈ ഒരു G സീരീസിൽ ഞാൻ വിവോയുടെ സൈഡിൽ നിന്ന് മറ്റു ഫോണുകളൊന്നും കേട്ടിട്ടില്ല. ഇനി ചൈനയിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇന്ത്യയിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എക്സിൽ, അതായത് ട്വിറ്ററിൽ ഓഡിയോ ആൻഡ് വീഡിയോ കോൾ ഫീച്ചർ കൂടി വരാനായിട്ട് പോകുന്നു. ഓൾറെഡി iOS ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു ഫീച്ചർ കഴിഞ്ഞ വർഷം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്കും ആ ഒരു ഫീച്ചർ വരുന്ന അപ്ഡേഷനിൽ കിട്ടും. ഓൾറെഡി റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ആരും പേടിക്കേണ്ട, സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ആ ഒരു ഫീച്ചർ കിട്ടാനായിട്ട് പോകുന്നത്. സോ ഇനി നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിലോ മെസ്സേജ് അയക്കണമെങ്കിലോ ട്വിറ്റർ വഴി എക്സ് വഴി അത് സാധിക്കും. ഇതൊരു റൂമറാണ്. അടുത്ത വർഷത്തെ iPhone 16 സീരീസിൽ ഫോട്ടോസും വീഡിയോസൊക്കെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഒരു ഫിസിക്കൽ ബട്ടൺ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. ഫിസിക്കൽ ബട്ടൺ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രഷർ സെൻസിറ്റീവ് ഗ്ലാസ് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. അത് ഹാഫ് പ്രസ് ചെയ്യുന്നത് വഴിക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഫുൾ പ്രസ് ചെയ്യുന്നത് വഴി ഫോട്ടോ ക്ലിക്ക് ചെയ്യാനും സാധിക്കും. അതുകൂടാതെ അവർ ക്യാപ്ചർ ചെയ്യുന്ന ഡിസ്പ്ലേയിലുള്ള ബട്ടൺ സ്വൈപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ ജെസ്റ്റേഴ്സ് വഴി സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കും എന്ന് പറയപ്പെടുന്നു. ഇതൊരു റൂമറാണ്, സോ ആ ഒരു രീതിക്ക് എടുക്കുക. അതുകൂടാതെ എല്ലാ വേരിയൻറ്റിലും 8 GB റാം സ്റ്റാൻഡേർഡൈസ് ആക്കും. അതായത് നോർമൽ 16ലും 16+ലും മിനിമം 8 GB റാം ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. സോ ഇതൊക്കെ ഒരു റൂമറാണ്. ഇനിയും ഒരുപാട് മാസങ്ങളുണ്ട് iPhone 16 സീരീസ് വരാനായിട്ട്. ഇനി ഇതുപോലെ ഒരുപാട് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും. എനിവേ, അങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ആപ്പിളും മാക്സിമവും തമ്മിലുള്ള ലീഗൽ ഇഷ്യൂസൊക്കെ നമ്മൾ കഴിഞ്ഞ ന്യൂസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായിരിക്കുകയാണ്. SpO2 എന്ന് പറയുന്ന ആ ഒരു ബ്ലഡ് ഓക്സിജൻ ചെക്ക് ചെയ്യാനുള്ള ഫീച്ചർ വെച്ചിട്ട് ആപ്പിളിന് ഇനി വാച്ചുകൾ ഇറക്കാനായിട്ട് സാധിക്കില്ല. സോ ആപ്പിൾ വാച്ച് 9 സീരീസും അതേപോലെ തന്നെ അൾട്രാ 2ഉം ഇത് രണ്ടിലെ SpO2ൻ്റെ ഓപ്ഷൻ ആപ്പിൾ ഡിസേബിൾ ചെയ്തിട്ടാണ് ഇനി ഇറക്കാനായിട്ട് പോകുന്നത്. ആപ്പിളിൻ്റെ പല വെബ്സൈറ്റിലും ഈ ഒരു പ്രൊഡക്റ്റ് അൺഅവൈലബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ചെടുത്ത് അവരതിൻ്റെ ആ ഒരു SpO2 എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഡിസേബിൾ ചെയ്തതിന് ശേഷമാണ് ഇനി സെല് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നിലവിൽ എടുത്തവർക്ക് US-ലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ സർവീസ് അൺഅവൈലബിൾ എന്ന് കാണിക്കും. US പുറത്ത്, അമേരിക്കയ്ക്ക് പുറത്തുള്ളവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നല്ലൊരു കിഡിലൻ പണിയാണ് ആപ്പിളിന് കിട്ടിയിരിക്കുന്നത്. ജനുവരി 29 റിയൽമി 12 സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് കൺഫേംഡ് ന്യൂസാണ്. റിയൽമി 12 Pro Plusൽ എടുത്ത ഒരു സൂം ചെയ്ത വീഡിയോ 120x വരെ സൂം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. സോ 120x വരെ സൂം ചെയ്ത ഒരു വീഡിയോ റിയൽമി ഇന്ത്യ പുറത്ത് വിട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോണിയുടെ IMX890 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും സൂമിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. റിയൽമി നോട്ട് 50 എന്ന് പറയുന്ന ഒരു ഫോൺ അധികം വൈകാതെ ഫിലിപ്പീൻസിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നു. $65 എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 7000 രൂപ 7500 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കും. ബെറ്റർ ഇന്ത്യയിലോട്ട് വരാതിരിക്കട്ടെ. കാരണം ഇതിൻ്റെ ഒരു സ്പെക്ക് ഇപ്പോഴത്തേക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് 6.7 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ, 4 GB റാം, 64 GB ഇൻറ്റേർണൽ മെമ്മറി ഒക്കെ വരുന്ന ഒരു ലോ ബഡ്ജറ്റ് ഫോൺ. 10,000 രൂപയ്ക്ക് താഴെ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തേക്ക് ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് മോട്ടോറോളയുടെ G34 ആണ്. സ്നാപ്ഡ്രാഗൺ 695ൻ്റെ പ്രൊസറൊക്കെ വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സ്പെക്കാണ് അതിൽ വരുന്നത്. ഡിസ്പ്ലേ തന്നെയാണ് അവിടെയും പ്രശ്നം. HD+ ഡിസ്പ്ലേ ആണ് ആ ഒരു ഫോണിലും കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ റിയൽമിയുടെ സൈഡിൽ നിന്ന് നോട്ട് 50 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു നോട്ട് സീരീസിൽ കുറച്ച് ഫോണുകൾ ഒരു പക്ഷേ അധികം വൈകാതെ പുറത്ത് വരുന്നതാണ്. ഇനി ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സീരീസാണ് iQ Neo 9 സീരീസുകൾ. ആ ഒരു സീരീസ് ഫോണുകൾ അടുത്ത മാസം, അതായത് ഫെബ്രുവരി 22 ആമസോൺ വഴി ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഒരു ന്യൂസ്. സോ അതിലൊരു ഫോൺ തീർച്ചയായിട്ടും എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഹോണർ ചോയ്സ് ഇയർബഡ്സ് X5 എന്ന് പറയുന്ന TWSകൾ ഹോണറിൻ്റെ സൈഡിൽ നിന്ന് അധികം വൈകാതെ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. അവരുടെ ഹോണറിൻ്റെ ഇന്ത്യൻ ഹെഡായ മാധവ് സേത്ത് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ട്വിറ്റർ വഴി പുറത്ത് വിട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഒരു TWS ഹോണറിൻ്റെ സൈഡിൽ നിന്ന് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ന്യൂസുകളൊന്നും ഞാനായിട്ട് ഒരിക്കലും തപ്പിപ്പിടിച്ച് പോയി കൊണ്ടുവരുന്നൊന്നല്ല കേട്ടോ. GSM Arena അല്ലെങ്കിൽ ട്വിറ്റർ, അതുമല്ലാന്നുണ്ടെങ്കിൽ 91.com ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ന്യൂസുകൾ കാണാനും വായിക്കാനൊക്കെ സാധിക്കും. സോ എനിക്ക് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ വന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. സോ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.
ബൈ.